ജയരാജേട്ടൻ പറഞ്ഞൊരു തെറ്റുണ്ട്. ചെറിയ കഥാപാത്രമൊന്നുമല്ല കേട്ടോ, പുള്ളി വലിയൊരു കഥാപാത്രം തന്നെയാണ് ചെയ്തേക്കണേ. എല്ലാവരും, ഈ ഇരിക്കുന്ന എല്ലാവരും. ഇത് തൃശ്ശൂർ ബേസ് ചെയ്ത് നടക്കുന്നൊരു സ്റ്റോറിയാണ്. 2018 ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അന്ന് എൻ്റെ കുറച്ച് പടങ്ങൾ ഇറങ്ങിയിട്ടുള്ളൂ, അങ്കമാലി ഡയറീസും വർണ്ണത്തിലാസംഘം, അങ്ങനെ കുറച്ച് പടങ്ങൾ മാത്രം. അപ്പം അത് കണ്ടിട്ടാണ് ഈ പടത്തിലേക്ക് എന്നെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് കൺവിൻസ്ഡായി ആ ക്യാരക്ടറിനോട്. ഈ തൃശ്ശൂരാണ് നമ്മുടെ ഈ കഥ നടക്കണമെങ്കിലും ഇതിലെ പല കഥാപാത്രങ്ങളും അവിടെ ഉള്ളവരല്ല, അവിടേക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി തൃശ്ശൂർ വന്നു പോകുന്നതാണ്. അപ്പം എൻ്റെ കഥാപാത്രമായാലും മുരുകൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ഞാനും എൻ്റേതായ ഒരു ആവശ്യത്തിനാണ് തൃശ്ശൂർ വരുന്നത്. അനുമോളുടെ ക്യാരക്ടറായാലും ജോജിയുടെ ക്യാരക്ടറായാലും ഈ പേര് പോലെ തന്നെ ആരോ എന്ന് പറയുന്ന പോലെ ഒരു സംശയമാണ് ഈ പടം കാണുമ്പോൾ. അത് നിങ്ങൾ പടം കണ്ടാലേ മനസ്സിലാവുള്ളൂ. ആരോ എന്ന് പറയുന്നത് VK കരീം സാർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിൽ താമര എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ആരോ സിനിമ താമരയുടെ ഈ ക്യാരക്ടറിൻ്റെ ഒരു യാത്രയിൽ കൂടെയാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ സിനിമയിലൊരു മേജർ കഥാപാത്രമാണ്. ഇപ്പം കിച്ചുവിൻ്റെയും ജോജു ചേട്ടൻ്റെയും എല്ലാ ആക്ടേഴ്സും, ജയരാജ് ചേട്ടൻ, നവാസ്, ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു ഈ സ്ത്രീക്ക് കുറച്ചും കൂടെ ഒരു സ്പേസും പ്രാധാന്യവും ഒക്കെ ഉള്ള ഒരു കഥാപാത്രമാണ് എൻ്റെ താമര എന്ന് പറയുന്നത്. എല്ലാവരുടെയും വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ, ഇതിൽ ഇവർ പറഞ്ഞു എന്ന് തോന്നുന്നു, ചെറിയൊരു സസ്പെൻസ് എലമെൻറ്റും അല്ലെങ്കിൽ ഒരു അന്വേഷണം ട്രെയിലർ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ ഒരു അന്വേഷണം, അപ്പോൾ ജനറലി എന്തായാലും അവിടെ ഒരു കുറ്റകൃത്യം ഉണ്ടാവും, ഒരു അന്വേഷിക്കാൻ വരുന്ന ഓഫീസർ ഉണ്ടാവും, കുറ്റം ചെയ്ത ആളുകളുണ്ടാവും, ദൃക്സാക്ഷികളുണ്ടാവും, അല്ലെങ്കിൽ അതിന് എന്താ പറയുക, അങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ആളുകൾ, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പം ഓരോരോ ക്യാരക്ടേഴ്സിനും ഈ കഥയിൽ അവരുടേതായ കൃത്യമായ പാർട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ ബേസ് ചെയ്താണ് സിനിമ നടക്കുന്നത്. തേക്കിൻകാട് മൈതാനം, ആ പരിസരത്താണ് നമ്മൾ മിക്കതും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. തൃശ്ശൂരിലുള്ള ഒരുപാട് ആക്ടേഴ്സ്, നമുക്ക് പൊതുവേ ഈ സിനിമയിൽ തൃശ്ശൂർ ഭാഷ കേൾക്കുമ്പം നമുക്ക് ആ ക്യാരക്ടേഴ്സിനോട് ഒരു അടുപ്പം തോന്നും. അപ്പം അങ്ങനെ നമുക്ക് അടുപ്പം തോന്നിയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അതല്ലാണ്ട് തന്നെയും സുധീർ കരമന, അങ്ങനെ കുറേ ആക്ടേഴ്സ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചെയ്ത ഒരു കുഞ്ഞു സിനിമയാണ് ആരോ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ക്യാരക്ടറും കാര്യങ്ങളും ഒന്നും അധികം പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു സസ്പെൻസ് പുറത്തു പോകുന്നതുകൊണ്ട്. വടക്കുന്നാഥൻ അമ്പലത്തിൻ്റെ മുന്നിൽ പൂക്കച്ചവടം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഞാൻ ചെയ്യുന്ന താമര. അപ്പം എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് സിനിമയെ പറ്റി പറയാനുള്ളത്. കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ ഈ സിനിമ ചെയ്ത് റിലീസാക്കുന്നത്. ഒരു തൃശ്ശൂർ തേക്കിൻകാട്ടിലാണ് കംപ്ലീറ്റ് ഇത് ഷൂട്ട് ചെയ്തത്, തേക്കിൻ്റെ മൈതാനത്ത്. തൃശ്ശൂരിൻ്റെ ഒരു കഥയാണ്, തൃശ്ശൂർ സംഭവിച്ച ഒരു കഥയുടെ ഒരു സംഭവത്തിൽ ത്രെഡ്, അതാണ് സിനിമയുടെ ബേസ്. ആ ബേസ് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു സബ്ജക്റ്റാണ്. അതിന് അനുയോജ്യമായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്തു, അഭിനയിപ്പിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. പിന്നെ എൻ്റെ എല്ലാ സിനിമയിലും സ്ക്രിപ്റ്റിനനുസരിച്ചുള്ള ആർട്ടിസ്റ്റിനെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പേരക്കുട്ടായാലും അഗ്നക്ഷത്രയായാലും സമയവടായാലും പറയാൻ ബാക്കി വെച്ചത്, ഈ സിനിമകളൊക്കെ ഞാൻ ചെയ്തതും ആ രീതിയിലാണ്. ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണ് ആൾക്കാരെ ഇതിൽ ക്ഷണിക്കല്, അത് ആൾക്കാരെ കണ്ടിട്ട് സ്ക്രിപ്റ്റ് ചെയ്തവരല്ല. പിന്നെ ഈ കാലതാമസം എന്ന് പറയുന്നത് എൻ്റെ ഒരു യാത്രയുടെ ഒരു പ്രശ്നമാണ്. ഈ പെട്ടെന്ന് സിനിമ ചെയ്യാത്തൊരു കാലതാമസം പൊതുവെ വന്നു ഭവിക്കുന്നതാണ്. ഞാൻ സ്വയം ഉണ്ടാക്കിയതല്ല, വന്ന് സംഭവിച്ചതാണ് അതൊക്കെ. ഈ സിനിമ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് എല്ലാവരും കൂടി സമർപ്പിക്കുകയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്നൊരു സിനിമ കാണണം. ഇത് തൃശ്ശൂർ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം. ഇരകളാക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്കറിയാം. അവർക്ക് ശരിയായ ഒരു നീതി കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മുടെ ചോദ്യത്തിൽ പെടുന്നതാണ്. ഇതും ഒരു സ്ത്രീപക്ഷ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു മൂവ്മെൻ്റാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. എന്നൊരു ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിൻ്റെ വേറെ പ്രത്യേകത, ഇദ്ദേഹം ഒരു മമ്മൂക്ക ഫാനാണ്.
കടുത്ത മമ്മൂക്കയുടെ ഒരു ആരാധകനാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ്ങിൽ പോലും മമ്മൂക്കയുടെ ഫോട്ടോ ഒക്കെ വെച്ച് അങ്ങനെ ഡിസൈൻ ചെയ്തൊക്കെ പോകുന്നൊരു ക്യാരക്ടറാണ്. പക്ഷേ ഈ കഥയിൽ പല സിറ്റുവേഷനിലും ഈ കഥയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറിയാതെ ലോക്കായി പോകുന്ന കുറേ സിറ്റുവേഷൻ വരുന്നുണ്ട്. കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള അതല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് കുഞ്ഞാക്ക എന്നുള്ള ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ ഒരു വേഷം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ത്രില്ലർ റൂട്ടിലൂടെ എല്ലാവരെയും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് ആയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ജോണറിൽ നമ്മുടെ യങ്സ്റ്റേഴ്സിനാണെങ്കിലും ഫാമിലിക്കൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ് ആരോ. സിനിമയിൽ ഒരു മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ഒരു മനുഷ്യനാണ് സഹായി പ്രസാദ് എന്നൊരു കഥാപാത്രമാണ്. സഹായി പ്രസാദിനെ പോലെ ഒരുപാട് ആളുകളെ നിങ്ങളും ജീവിതത്തിൽ കണ്ടു കാണും. ഏതൊരു മനുഷ്യനെയും സഹജീവികളെ സഹായിക്കാൻ വേണ്ടി വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഒരാൾ എന്നൊരു കഥാപാത്രമാണ്. പ്രത്യേകിച്ച് എൻ്റെ നഗരത്തിൽ, ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ നഗരത്തിൽ വടക്കുന്നാഥൻ്റെ തിരുമുറ്റത്ത് ആ പ്രദക്ഷിണ വഴിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഊർജം ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നു. ഈ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളും മറ്റു സുഹൃത്തുക്കളും സഹായിക്കുക. അപ്പം അനു പറഞ്ഞതുപോലെ, കിച്ചു പറഞ്ഞതുപോലെ കുറച്ച് എന്താ പറയുക സസ്പെൻസ് എലമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ വേറെ കുറേ കാര്യങ്ങൾ പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാവുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും. നല്ലൊരു ടീമായിരുന്നു ഈ ചിത്രത്തിൻ്റെ കൂടെ. കരീമക്ക, വിനോദേട്ടൻ, നവാസ്ക, അങ്ങനെ കിച്ചു, എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും നല്ലൊരു ടീം വർക്കാണ് നടന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങളെല്ലാവരും ഈ കാണുന്ന എല്ലാവരും മൂവി തിയേറ്ററിൽ പോയി കാണുക, മാക്സിമം സപ്പോർട്ട് തരിക. താങ്ക് യു.